9ാം ക്ലാസ് ഇംഗ്ലീഷിലെ സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ഡ്രീംസ് റിയലൈസ്ഡ് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മളിന്ന് നോക്കുന്നത്. സൈഡ് ക്വസ്റ്റ്യൻസ് നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ ലെറ്റ്സ് റിവൈൻഡ് എന്ന സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് നോക്കുന്നുണ്ട്. ഇതിൻ്റെ ആക്ടിവിറ്റീസ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഈ ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽഡ് മലയാളം എക്സ്പ്ലനേഷൻ അത് നമ്മൾ നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും അതുകൂടി കണ്ടു നോക്കൂ. സൈഡ് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം നോക്കുന്നത്. വൈ ഡു യു തിങ്ക് ഗാന്ധിജി വാസ് കൺസിഡേർഡ് ദ സ്പിരിച്വൽ അംബാസഡർ ഓഫ് ഇന്ത്യ? എന്തുകൊണ്ടാണ് ഗാന്ധിജിയെ ഇന്ത്യയുടെ സ്പിരിച്വൽ അംബാസഡറായി കണക്കാക്കുന്നുണ്ടായിരുന്നത്? ഇന്ത്യയുടെ ആ ഒരു ആത്മീയ പാരമ്പര്യത്തിന്റെ വക്താവ്, ഇതെല്ലാമായി എന്തുകൊണ്ടാണ് ഗാന്ധിജിയെ കണക്കാക്കുന്നുണ്ടായിരുന്നത്? സ്പിരിച്വൽ ടീച്ചേഴ്സ് ഓഫ് ഏൻഷ്യന്റ് ഇന്ത്യ ഓൾവേസ് എക്സ്പൗണ്ടഡ് അഹിംസ ഓർ നോൺ വയലൻസ്. പുരാതന ഇന്ത്യയിലെ സ്പിരിച്വൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ആത്മീയ ഗുരുക്കന്മാർ അവരെന്നും അഹിംസ അഥവാ നോൺ വയലൻസിന്റെ വക്താക്കളായിരുന്നു. എന്നും ഇന്ത്യയിലെ ആത്മീയ ഗുരുക്കന്മാർ അഹിംസയെ പ്രൊമോട്ട് ചെയ്തിരുന്നു. ഗാന്ധിജി വാസ് കൺസിഡേർഡ് ദ സ്പിരിച്വൽ അംബാസഡർ ഓഫ് ഇന്ത്യ ബിക്കോസ് ഹി വാസ് എ സ്ട്രോങ് അഡ്വക്കേറ്റ് ഓഫ് അഹിംസ. ഇതുകൊണ്ട് തന്നെയാണ് ഗാന്ധിജിയെ ഇന്ത്യയുടെ സ്പിരിച്വൽ അംബാസഡറായി കണക്കാക്കുന്നുണ്ടായിരുന്നത്. അദ്ദേഹം അഹിംസയുടെ ഒരു വലിയ അഡ്വക്കേറ്റ് തന്നെയായിരുന്നു. അഹിംസയെ വലിയ രീതിയിൽ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച വ്യക്തിയാണ് ഗാന്ധിജി. അതുകൊണ്ടാണ് ഗാന്ധിജിയെ ഇന്ത്യയുടെ സ്പിരിച്വൽ അംബാസഡറായി കണക്കാക്കുന്നുണ്ടായിരുന്നത്. വാട്ട് അക്കോർഡിംഗ് ടു ഗാന്ധിജി ഈസ് ട്രൂ ബ്രേവറി? ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ, അക്കോർഡിംഗ് ടു ഗാന്ധിജി എന്ന് പറയുമ്പോൾ ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ എന്താണ് യഥാർത്ഥത്തിലുള്ള ധീരത? ട്രൂ ബ്രേവറി. അക്കോർഡിംഗ് ടു ഗാന്ധിജി, ടു കിൽ ആൻഡ് ടു ബി കിൽഡ് ഇൻ ഫൈറ്റിംഗ് എൻ എനിമി ആർ സർട്ടൻലി ആക്ട്സ് ഓഫ് ബ്രേവറി, ബട്ട് ടു സ്റ്റാൻഡ് ദ ബ്ലോസ് ഓഫ് യുവർ അഡ്വേഴ്സറീസ് വിത്തൗട്ട് റീറ്റാലിയേറ്റിംഗ് ഈസ് ദ ട്രൂ ബ്രേവറി. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ഗാന്ധിജി പറയുന്നതിനനുസരിച്ച് ശത്രുവിനെ നേരിടുന്നതിനിടയിൽ കൊല്ലുന്നതും കൊല്ലപ്പെടുന്നതും എല്ലാം ധീരതയെ സൂചിപ്പിക്കുന്ന പ്രവൃത്തികൾ തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ എതിരാളികൾ നിങ്ങളിൽ ഏൽപ്പിക്കുന്ന പ്രഹരങ്ങൾ അത് ഏറ്റുവാങ്ങിക്കൊണ്ട് തിരിച്ചു പ്രതികരിക്കാതെ അവരോട് പ്രതികാരം ചെയ്യാതിരിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ട്രൂ ബ്രേവറി. ടു സ്റ്റാൻഡ് ദ ബ്ലോസ് ഓഫ് യുവർ അഡ്വേഴ്സറീസ് എന്ന് പറയുമ്പോൾ അഡ്വേഴ്സറീസ് നിങ്ങളുടെ എതിരാളികൾ, ബ്ലോ അടികൾ, പ്രഹരങ്ങൾ. ടു സ്റ്റാൻഡ് ദ ബ്ലോസ് എന്ന് പറയുമ്പോൾ ആ പ്രഹരങ്ങളെ ഏറ്റുവാങ്ങുക. വിത്തൗട്ട് റീറ്റാലിയേറ്റിംഗ്, തിരിച്ചു പ്രതികാരം ഒന്നും ചെയ്യാതെ, പ്രതികരിക്കാതെ. അതാണ് യഥാർത്ഥത്തിലുള്ള ധീരത എന്നാണ് ഗാന്ധിജി പറയുന്നത്. വാട്ട് ഈസ് ഗാന്ധിജീസ് വ്യൂ ഓഫ് എഡ്യൂക്കേഷൻ? വിദ്യാഭ്യാസത്തിനെ കുറിച്ചുള്ള ഗാന്ധിജിയുടെ കാഴ്ചപ്പാട് എന്താണ്? അക്കോർഡിംഗ് ടു ഗാന്ധിജി, റിയൽ എഡ്യൂക്കേഷൻ ഡസ് നോട്ട് മീൻ മെമ്മറൈസിംഗ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഓർ പാസിംഗ് എക്സാമിനേഷൻസ് ബൈ റീഡിംഗ് ന്യൂമറസ് ബുക്സ്. ഗാന്ധിജി പറയുന്നതിനനുസരിച്ച് യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഫാക്ട്സും ഫിഗേഴ്സും ഒന്നും കാണാതെ പഠിച്ചു വയ്ക്കുന്നതല്ല, അതുപോലെ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് പരീക്ഷ ജയിക്കുന്നതുമല്ല വിദ്യാഭ്യാസം. റാദർ, മറിച്ച് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ബിൽഡിംഗ് ക്യാരക്ടർ. അത് സ്വഭാവ രൂപീകരണമാണ്. ക്യാരക്ടർ ബിൽഡിംഗ് ആണ് വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഗാന്ധിജി ഉദ്ദേശിക്കുന്നത്. വാട്ട് മെറിറ്റ് ഡിഡ് ഗാന്ധിജി സീ ഇൻ ചാപ്ലിൻ? ചാർലി ചാപ്ലിൻ എന്ന വ്യക്തിയിൽ ഗാന്ധിജി കണ്ട മെറിറ്റ്, അദ്ദേഹത്തിന്റെ മഹത്വം എന്തായിരുന്നു? The biggest merit that Gandhiji saw in Chaplin was that Chaplin came from the people, lived for the people and made millions of people laugh. ഗാന്ധിജി കണ്ട ഏറ്റവും വലിയ ഒരു മഹത്വം എന്തായിരുന്നു എന്ന് വെച്ചാൽ ചാപ്ലിൻ സാധാരണക്കാർക്കിടയിൽ നിന്ന് വന്നയാളായിരുന്നു. സാധാരണക്കാർക്ക് വേണ്ടി ജീവിച്ച വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ ദശലക്ഷക്കണക്കിന് ആളുകളെ ചിരിപ്പിച്ച വ്യക്തിയായിരുന്നു. ഇതെല്ലാമാണ് ഗാന്ധിജി ചാപ്ലിനിൽ കണ്ട മഹത്വം. ഹെൻസ് ഹി എഗ്രീഡ് ടു മീറ്റ് ചാപ്ലിൻ. അതുകൊണ്ട് ചാപ്ലിനെ കാണാൻ ഗാന്ധിജി സമ്മതിച്ചു. What according to Gandhiji are the areas in which a nation has to be self-reliant? ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ഏതെല്ലാം മേഖലകളിലാണ് ഒരു രാജ്യം സ്വയം പര്യാപ്തമാവേണ്ടത്? അക്കോർഡിംഗ് ടു ഗാന്ധിജി, എ നാഷൻ ഹാസ് ടു ബി സെൽഫ്-റിലയന്റ് ഇൻ ഫുഡ് ആൻഡ് ക്ലോത്ത്. ഭക്ഷണത്തിന്റെ കാര്യത്തിലും വസ്ത്രത്തിന്റെ കാര്യത്തിലും ഒരു രാജ്യം സ്വയം പര്യാപ്തമാവണമെന്നായിരുന്നു ഗാന്ധിജിയുടെ അഭിപ്രായം. ഹൗ ഡിഡ് ഗാന്ധിജി കറക്റ്റ് വാരിയസ് നോഷൻസ് അബൌട്ട് ഇന്ത്യൻ വിമൻ? ഇന്ത്യൻ സ്ത്രീകളെ കുറിച്ചുള്ള പല ധാരണകളും പല തെറ്റിദ്ധാരണകളും ഗാന്ധിജി എങ്ങനെയാണ് തിരുത്തുന്നത്? നോഷൻ എന്ന് പറയുമ്പോൾ ധാരണ, പൊതുവെ അത് തെറ്റിദ്ധാരണകളായിരിക്കും. വൈൽ അഡ്രസ്സിംഗ് ദ വിമൻസ് ഇന്ത്യ കൗൺസിൽ ഇൻ മോർലെ കോളേജ് ഹാൾ. മോർലെ കോളേജ് ഹാളിൽ വെച്ച് വിമൻസ് ഇന്ത്യ കൗൺസിൽ അതിനെ അഭിസംബോധന ചെയ്യുന്നതിനിടയിൽ ഗാന്ധിജി വിവിഡ്ലി പ്രസന്റഡ് ദ ഹീറോയിക് റോൾ ഇന്ത്യൻ വിമൻ പ്ലേഡ് ഡ്യൂറിംഗ് ദ ഫ്രീഡം സ്ട്രഗിൾ. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ഇന്ത്യൻ സ്ത്രീകൾ വഹിക്കുന്ന പ്രധാനപ്പെട്ട പങ്ക്, ആ ഹീറോയിക് റോൾ, അതിനെക്കുറിച്ച് വളരെ വിവിഡായി തന്നെ, വളരെ സ്പഷ്ടമായി തന്നെ ഗാന്ധിജി അവിടെ അവതരിപ്പിച്ചു. വിവിഡ്ലി പ്രസന്റഡ് എന്ന് പറയുമ്പോൾ സ്പഷ്ടമായി, വ്യക്തമായി അവതരിപ്പിച്ചു. He said that there were no hindrances that stopped women from entering public life. ഇന്ത്യയിലെ സ്ത്രീകൾക്ക് പൊതുജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു തരത്തിലുള്ള തടസ്സങ്ങളും ഇല്ല എന്ന് ഗാന്ധിജി പറഞ്ഞു. ഹിൻഡ്രൻസസ് എന്ന് പറയുമ്പോൾ തടസ്സങ്ങൾ.
When the British government declared organizations fighting for India's independence illegal and imprisoned those in charge of those organizations, he said it was the women who came to the forefront and filled the jails. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളെ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിരോധിക്കുകയും അതിന് പിറകിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെ ജയിലിലടയ്ക്കുകയും ചെയ്ത സമയത്ത് ഗാന്ധിജി പറഞ്ഞു, ഇന്ത്യയിലെ സ്ത്രീകളാണ് മുന്നോട്ട് വന്നത്, ഹു കെയിം ടു ദ ഫോർഫ്രണ്ട്, മുന്നിലേക്ക് വന്നത്, ആൻഡ് ഫിൽ ദ ജയിൽസ്, ജയിൽ നിറച്ചത്. കമന്റ് ഓൺ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ഇന്ത്യൻ വിമൻ ടു ദ ഫ്രീഡം സ്ട്രഗിൾ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ഇന്ത്യൻ സ്ത്രീകൾ നൽകിയ സംഭാവനകളെ കുറിച്ചൊന്ന് പറയുക. Indian women took part in processions, defied the law and bore the lathi blows without retaliating. അവര് ജാഥകളില്, പ്രതിഷേധ പ്രകടനങ്ങളില് അതിലെല്ലാം പങ്കെടുത്തു. ഡിഫൈഡ് ദ ലോ, നിയമത്തിനെ വെല്ലുവിളിച്ചു. ആൻഡ് ബോർ ദ ലാത്തി ബ്ലോസ്, ലാത്തിയുടെ പ്രഹരങ്ങള് അത് ഏറ്റുവാങ്ങി. വിത്തൗട്ട് റീറ്റാലിയേറ്റിംഗ്, പ്രതികരിക്കാതെ. ഇറ്റ് വാസ് നോട്ട് ഓൺലി ലേൺഡ് വിമൻ ബട്ട് ടെൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ് ഇല്ലിറ്ററേറ്റ് വിമൻ ഓൾസോ ടുക്ക് പാർട്ട് ഇൻ ഇന്ത്യാസ് ഫ്രീഡം സ്ട്രഗിൾ. പഠിച്ച സ്ത്രീകൾ മാത്രമായിരുന്നില്ല, ആയിരക്കണക്കിന് എഴുതാനും വായിക്കാനും അറിയാത്ത സ്ത്രീകളും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ പങ്കെടുത്തു. They followed the path of ahimsa and stood unflinchingly when the police hit them with lathis. അവർ അഹിംസയുടെ മാർഗമാണ് സ്വീകരിച്ചിരുന്നത്. പോലീസ് അവരെ ലാത്തി കൊണ്ട് അടിക്കുന്ന സമയത്ത് അവര് അചഞ്ചലരായി അനങ്ങാതെ തന്നെ നിന്നുകൊടുത്തു, തിരിച്ച് പ്രതികരിക്കാതെ. അൺഫ്ലിഞ്ചിംഗ്ലി എന്ന് പറയുമ്പോൾ അനങ്ങാതെ, ഇളകാതെ, അചഞ്ചലമായി, പതറാതെ, ഇതെല്ലാമാണ് ആ വാക്കിനർത്ഥം. വാട്ട് ഈസ് ഗാന്ധിജീസ് കോൺസെപ്റ്റ് ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്? ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു ഐഡിയ എന്താണ്? ഗാന്ധിജി വാണ്ടഡ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ടു ബി എ കൺട്രി വെർ നോ വൺ വുഡ് ബി എക്സ്പ്ലോയിറ്റഡ് ബേസ്ഡ് ഓൺ ദെയർ റേസ് ഓർ അതർ ഫാക്ടേഴ്സ്. ഗാന്ധിജിയുടെ സങ്കല്പത്തിലുള്ള സ്വതന്ത്ര ഇന്ത്യയിൽ ആരും തന്നെ അവരുടെ വംശത്തിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാരണത്തിന്റെ പേരിലോ ചൂഷണം ചെയ്യപ്പെടുകയില്ല. എക്സ്പ്ലോയിറ്റ് എന്ന് പറയുമ്പോൾ ചൂഷണം ചെയ്യുക, റേസ്, വംശം. He believed that freedom is not a gift from one nation to another nation. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് നൽകുന്ന സമ്മാനമാണ് ഫ്രീഡം എന്ന് ഗാന്ധിജി വിശ്വസിച്ചിരുന്നില്ല. Rather, it is the fundamental right of every nation. മറിച്ച് അത് എല്ലാ രാജ്യങ്ങളുടെയും അവരുടെ ബേസിക്കായ അടിസ്ഥാനപരമായ ഒരു അവകാശമാണ് എന്നായിരുന്നു ഗാന്ധിജിയുടെ വിശ്വാസം. ഇനി ലെറ്റ്സ് റിവൈൻഡ് എന്ന സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ. അക്കോർഡിംഗ് ടു ഗാന്ധിജി, ഗാന്ധിജി പറയുന്നതിനനുസരിച്ച് നോൺ വയലൻസ് ഈസ്, നമുക്കിതിൻ്റെ ആൻസേഴ്സ് അടുത്ത പേജിൽ നോക്കാം. നോൺ വയലൻസ് ഈസ് നോട്ട് ദ വെപ്പൺ ഓഫ് ദ വീക്ക്. അഹിംസ ദുർബലന്റെ ആയുധമല്ല. ഈസ് നോട്ട് ദ വെപ്പൺ ഓഫ് ദ വീക്ക്. നോൺ വയലൻസ് ഈസ് ദ വെപ്പൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ്. അഹിംസ ഏറ്റവും ധീരരായ വ്യക്തികളുടെ ആയുധമാണ്. നോൺ വയലൻസ് ഈസ് നോട്ട് ദ സ്ട്രെങ്ത് ഓഫ് ദ മസിൽസ്. മസിലിന്റെ ബലമല്ല നോൺ വയലൻസ്. റാദർ ഇറ്റ് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് ദ ഹാർട്ട്. മറിച്ച് അത് ഹൃദയത്തിന്റെ ബലമാണ്. റിയൽ എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ലേണിംഗ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. ഫാക്ട്സും ഫിഗേഴ്സും പഠിച്ചു വെക്കലല്ല യഥാർത്ഥ വിദ്യാഭ്യാസം. റിയൽ എഡ്യൂക്കേഷൻ ഈസ് നോട്ട് പാസിംഗ് എക്സാമിനേഷൻസ് ബൈ റീഡിംഗ് ന്യൂമറസ് ബുക്സ്. എണ്ണമില്ലാത്ത അത്രയും പുസ്തകങ്ങൾ വായിച്ച് പരീക്ഷകൾ ജയിക്കുന്നതല്ല യഥാർത്ഥ വിദ്യാഭ്യാസം. റിയൽ എഡ്യൂക്കേഷൻ ഈസ് ദ ബിൽഡിംഗ് ഓഫ് ക്യാരക്ടർ. റിയൽ എഡ്യൂക്കേഷൻ പിന്നെ എന്താണ്? അത് സ്വഭാവ രൂപീകരണമാണ്. ഈസ് ദ ബിൽഡിംഗ് ഓഫ് ക്യാരക്ടർ. വാട്ട് ഈസ് ഗാന്ധിജീസ് മെസ്സേജ് ഓഫ് നോൺ വയലൻസ് ടു ദ യൂത്ത്? ചെറുപ്പക്കാർക്ക് ഗാന്ധിജിയുടെ അഹിംസ എന്ന സന്ദേശം എന്താണ്? ഗാന്ധിജി ടെൽസ് ദ യൂത്ത് ദാറ്റ് നോൺ വയലൻസ് ഈസ് നോട്ട് ദ വെപ്പൺ ഓഫ് ദ വീക്ക്. ഗാന്ധിജി ആദ്യം തന്നെ എന്താ പറയുന്നത് ചെറുപ്പക്കാരോട്? അഹിംസ ഒരിക്കലും ദുർബലന്റെ ആയുധമല്ല. റാദർ ഇറ്റ് ഈസ് ദ വെപ്പൺ ഓഫ് ദ സ്ട്രോങ്. മറിച്ച് അത് നല്ല കരുത്തുള്ളവന്റെ, ധൈര്യമുള്ളവന്റെ ആയുധമാണ്. ടു ഫോളോ ദ പാത്ത് ഓഫ് നോൺ വയലൻസ്, അഹിംസയുടെ മാർഗം സ്വീകരിക്കാൻ എ പേഴ്സൺ ഡസ് നോട്ട് റിക്വയർ മസിൽ പവർ. ഒരു വ്യക്തിക്ക് മസിലിന്റെ ശക്തിയൊന്നും ആവശ്യമില്ല. ഹവർ ദേ മസ്റ്റ് ഹാവ് എ സ്ട്രോങ് ഹാർട്ട് ആൻഡ് ഗുഡ് ക്യാരക്ടർ. പക്ഷെ അവർക്ക് എന്ത് വേണം? നല്ല കരുത്തുള്ള ഒരു മനസ്സ് വേണം, ഒരു ഹൃദയം വേണം. നല്ല ധൈര്യമുള്ള ഒരു മനസ്സും ഒരു ഹൃദയവും വേണം. അതുപോലെ തന്നെ സ്വഭാവ ശുദ്ധിയും വേണം. ദേ മസ്റ്റ് ഹാവ് എ സ്ട്രോങ് ഹാർട്ട് ആൻഡ് ഗുഡ് ക്യാരക്ടർ. സ്വഭാവ ശുദ്ധിയും വേണം. ഗാന്ധിജി ഈസ് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് റിയൽ എഡ്യൂക്കേഷൻ കാറ്റേഴ്സ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് വൺസ് ക്യാരക്ടർ. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ യഥാർത്ഥ വിദ്യാഭ്യാസം ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപവൽക്കരണത്തിൽ സഹായിക്കുന്നുണ്ട്, സ്വഭാവ രൂപവൽക്കരണത്തിന് ഉതകുന്നതാണ്. ഹൗ ഫാർ ഈസ് ദിസ് ട്രൂ ഓഫ് യുവർ സെൽഫ്? നിങ്ങളുടെ കേസിൽ ഇത് എത്ര കണ്ട് ശരിയാണ്? എക്സ്പ്ലെയിൻ ബേസ്ഡ് ഓൺ യുവർ ഓൺ എക്സ്പീരിയൻസ്. നിങ്ങളുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് വിശദീകരിക്കുക. ഞാനിവിടെ ഒരു ആൻസർ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവത്തിലുള്ള കാര്യങ്ങൾ പറയാം.
According to Gandhiji, education is useless if it does not cater to the development of a person's character. ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപവൽക്കരണത്തിന് സഹായിക്കുന്നില്ലെങ്കിൽ, അതിന് ഉതകുന്നില്ലെങ്കിൽ വിദ്യാഭ്യാസം അത് യൂസ്ലെസ് ആണ്, പ്രയോജനമില്ലാത്തതാണ് എന്നാണ് ഗാന്ധിജി പറയുന്നത്. ഐ ഫുള്ളി അഗ്രി വിത്ത് ദിസ് വ്യൂ. ഞാൻ ഈ ഒരു കാഴ്ചപ്പാടിനോട് പൂർണ്ണമായും യോജിക്കുന്നു. If education does not make us good human beings by inculcating in us values such as honesty, integrity, courage and empathy, we cannot be of any use to the society. നമുക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം അത് നമ്മളിൽ സത്യസന്ധത, ആർജവം, ധൈര്യം, സഹാനുഭൂതി ഇതുപോലത്തെ ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നില്ലെങ്കിൽ, ഇൻകൾക്കേറ്റ് എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ഡെവലപ്പ് ചെയ്തെടുക്കുക, അതൊന്നും നമ്മളിൽ ഉണ്ടാക്കുന്നില്ലെങ്കിൽ we cannot be of any use to the society. നമ്മളെ കൊണ്ട് സമൂഹത്തിന് ഒരു പ്രയോജനവും ഉണ്ടാവാൻ പോകുന്നില്ല. ഈ ആൻസർ ഇവിടെ കഴിയുന്നില്ല, അടുത്ത പേജിലുണ്ട്. My parents and teachers have always taught me that being a good human being is more important than becoming successful in life by passing competitive examinations. എൻ്റെ അച്ഛനമ്മമാരും അധ്യാപകരും എന്നെ എല്ലായ്പ്പോഴും പഠിപ്പിച്ചിട്ടുള്ളത് എന്താണ്? ഒരു നല്ല മനുഷ്യനാവുന്നത്, ഒരു നല്ല വ്യക്തിയാവുന്നത് അത് വലിയ വലിയ കോമ്പറ്റേറ്റീവ് എക്സാംസ്, മത്സര പരീക്ഷകൾ ജയിച്ച് ജീവിതത്തിൽ സക്സസ്ഫുൾ ആവുന്നതിനേക്കാൾ പ്രധാനമാണ്. While I do believe in learning my lessons to pass examinations, പരീക്ഷയ്ക്ക് പഠിച്ച് എൻ്റെ പാഠങ്ങൾ പഠിച്ച് പരീക്ഷ ജയിക്കണം എന്ന അഭിപ്രായം എനിക്കുണ്ടെങ്കിലും ഇറ്റ്സ് നോട്ട് മൈ അൾട്ടിമേറ്റ് ഗോൾ ഇൻ ലൈഫ്. അതെൻ്റെ ജീവിതത്തിലെ ആത്യന്തികമായ ലക്ഷ്യമൊന്നുമല്ല, ഏറ്റവും പരമമായ ലക്ഷ്യമൊന്നുമല്ല. I want to be a useful member of the society by contributing to all aspects of its development, economical, social, cultural and spiritual. എനിക്ക് എൻ്റെ സമൂഹത്തിന് പ്രയോജനമുള്ളൊരു വ്യക്തിയാവണമെന്നുണ്ട്. അതിൻ്റെ എല്ലാ വശങ്ങൾക്കും സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തി. ഏതെല്ലാം വശങ്ങളാണ് പറയുന്നത്? ഇക്കണോമിക്കൽ, സാമ്പത്തികമായി; സോഷ്യൽ, സാമൂഹികമായി; കൾച്ചറൽ, സാംസ്കാരികമായി; സ്പിരിച്വൽ, ആത്മീയമായി. ഇങ്ങനെയെല്ലാം ഒരു സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയാവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. What is Gandhiji's justification for using the spinning wheel? ചർക്ക ഉപയോഗിക്കുന്നതിനെ ഗാന്ധിജി എങ്ങനെയാണ് ന്യായീകരിക്കുന്നത്? ജസ്റ്റിഫിക്കേഷൻ, ന്യായീകരണം. ഗാന്ധിജി believes that a nation should be self-sufficient in food and cloth. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ഒരു രാജ്യം അവർക്ക് ആവശ്യമായ ഭക്ഷണവും വസ്ത്രവും നിർമ്മിക്കാൻ പ്രാപ്തരായിരിക്കണം, സെൽഫ് സഫിഷ്യന്റ് ആയിരിക്കണം. The majority of Indians depend on agriculture for their livelihood, but this sector does not offer employment throughout the year. ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങളും ഇന്ന് അങ്ങനെയാവണമെന്നില്ല, സ്വാതന്ത്ര്യം ലഭിക്കുന്ന കാലത്ത് തീർച്ചയായും അങ്ങനെയായിരുന്നു. അവര് കൃഷിയെയാണ് ആശ്രയിച്ചിരുന്നത്. പക്ഷെ ഈ ഒരു സെക്ടർ, കാർഷിക മേഖല വർഷം മുഴുവൻ തൊഴിൽ നൽകുന്ന ഒന്നല്ല. ദ അഗ്രികൾച്ചറൽ സീസൺ ഡസ് നോട്ട് ലാസ്റ്റ് മോർ ദാൻ 6 months. ആ കൃഷി ചെയ്യുന്ന ആ സീസൺ, ആ ഫാമിംഗ് സീസൺ അതൊരു വർഷത്തിൽ 6 മാസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നില്ല. ആൻഡ് ഡ്യൂറിംഗ് ദ അതർ മന്ത്സ് ഫാമിലീസ് ഡിപ്പെൻഡിങ് ഓൺ അഗ്രികൾച്ചർ ഡു നോട്ട് ഹാവ് എനി സോഴ്സ് ഓഫ് ഇൻകം. കൃഷിയെ ആശ്രയിക്കുന്ന കുടുംബങ്ങൾക്ക് മറ്റു മാസങ്ങളിൽ മറ്റൊരു വരുമാന മാർഗവും ഇല്ലാത്ത അവസ്ഥയാണ്. The spinning wheel will keep them employed during those months when no farming activity takes place. ഒരു കൃഷിപ്പണികളും നടക്കാത്ത സമയങ്ങളിൽ, ആ മാസങ്ങളിൽ ചർക്ക ഈ ആളുകൾക്ക് തൊഴിൽ പ്രദാനം ചെയ്യും. Hence, ഗാന്ധിജി promoted the use of spinning wheel. അതുകൊണ്ടാണ് ഗാന്ധിജി ചർക്കയെ പ്രൊമോട്ട് ചെയ്തത്. കൃഷിപ്പണി ഇല്ലാത്ത സമയത്ത് അവർക്ക് നൂല് നൂറ്റ് അവർക്ക് വരുമാന മാർഗം ഉണ്ടാക്കാൻ സാധിക്കും. Describe the meeting between Gandhiji and Chaplin. ചാപ്ലിനും ഗാന്ധിജിക്കും ഇടയിലുള്ള ആ ഒരു മീറ്റിംഗ്, ആ കൂടിക്കാഴ്ചയെ ഒന്ന് വിശദീകരിക്കുക. ഗാന്ധിജി did not know who Chaplin was, but when he learned about Chaplin's background and his work, he readily agreed to meet him. ചാപ്ലിൻ ആരാണെന്ന് ഗാന്ധിജിക്ക് അറിയില്ലായിരുന്നു, പക്ഷേ ചാപ്ലിന്റെ ബാക്ക്ഗ്രൗണ്ട്, പശ്ചാത്തലം, അതുപോലെ തന്നെ ചാപ്ലിന്റെ പ്രവൃത്തികൾ, അദ്ദേഹത്തിന്റെ ജോലി, അതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ he readily agreed to meet him. അദ്ദേഹം ചാപ്ലിനെ കാണാൻ പെട്ടെന്ന് തന്നെ തയ്യാറായി. During their meeting, Chaplin asked him why he was against machinery and why he promoted the use of the spinning wheel. അവരുടെ കൂടിക്കാഴ്ചയ്ക്കിടയിൽ ചാപ്ലിൻ ഗാന്ധിജിയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഗാന്ധിജി യന്ത്രങ്ങളെ എതിർക്കുന്നതെന്ന്, എന്തുകൊണ്ടാണ് ചർക്കയെ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് ചാപ്ലിൻ ചോദിച്ചു. Gandhiji replied that the spinning wheel would keep Indians employed during those months when farming related jobs are not available. ഗാന്ധിജി എന്താ മറുപടി പറഞ്ഞത്? സ്പിന്നിംഗ് വീല്, കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ അവൈലബിൾ അല്ലാത്ത മാസങ്ങളിൽ ഇന്ത്യക്കാർക്ക് ഒരു വരുമാന മാർഗമാവും ചർക്ക എന്ന് ഗാന്ധിജി ചാപ്ലിനോട് പറഞ്ഞു. ഈ ലെസൺ യൂസ്ഫുൾ ആയിരുന്നല്ലോ അല്ലേ? ഇത് ഇഷ്ടമാവുന്നവർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണും. താങ്ക് യു ഫോർ വാച്ചിങ്.